അപ്പോൾ ചങ്ങായിമാരെ നമ്മുടെ ക്രോസ് ബോർഡ് ഫസ്റ്റത്തെ വർക്കിലേക്ക് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വർക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകണം ക്രോസ് ബോർഡ് ബോഡി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3-4 പല കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഈ സ്ക്വയർ ട്യൂബാണ്. ഇത് 3/4 കൊന്നരയുടെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പലക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലക ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് നമ്മൾ സ്റ്റോക്കിൻ്റെ പണിയിലേക്ക് കിടക്കണം. നമുക്ക് ഇതൊക്കെ ഒന്ന് വരച്ച് ഒന്ന് സെറ്റായിട്ട് എടുക്കണം കേട്ടോ. നമ്മളിത് ഈ സ്ക്വയർ ട്യൂബ് തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഒരു റഫായിട്ടൊരു ഷേപ്പിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രൈൻഡറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ എടുക്കും കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് വരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ജിക്സോ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പിലേക്ക് എടുക്കാൻ പോവാണ്. ഇതാണ് ജിക്സോ. നമ്മൾ പുതിയതായിട്ട് മേടിച്ച സാധനം കേട്ടോ. ടോട്ടലിയാണ് അത്യാവശ്യം നല്ല സാധനമുണ്ട്. ഒരു 550 വാട്ട്സിൻ്റെ ആണ് ഈ ജിക്സോ എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സാധനം കേട്ടോ. ടോട്ടൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു കളറൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ വർക്കാണ് ഇത് വെച്ചിട്ട്. നമ്മൾ വുഡ് കട്ട് ചെയ്യാനായിട്ടുള്ള ബ്ലേഡൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതെ, കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരേപോലെയുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയർ ട്യൂബിൻ്റെ ഇങ്ങനെ 2 സൈഡിലേക്കായിരിക്കും കേട്ടോ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ. ഓക്കെ, 2 സൈഡിലേക്കായിരിക്കും നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രലിൻ്റെ പീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡർ വെച്ച് ഉപയോഗിച്ച് ഒരു ഷേപ്പിലേക്ക് റെഡിയാക്കി കൊണ്ടുവരണം കേട്ടോ ഈ സാധനം. അപ്പോൾ അടുത്ത പരിപാടി അതാണ്. ഓക്കെ,
ഇത് നമ്മുടെ പരിപാടി തീർന്നുണ്ട് കേട്ടോ, സ്റ്റോക്കിൻ്റെ പരിപാടി തീർന്നുണ്ട്. അപ്പോൾ ചങ്ങായിമാർ ഇപ്പോൾ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിംബ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കട്ടിങ് ഇതിനകത്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനായിട്ട് നമ്മൾ ഡ്രില്ല് വെച്ച് 2 ഹോൾ അടിച്ചിട്ട് ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അതിനുശേഷം നമ്മുടെ ലിംബ് ഈ ഗ്യാപ്പിലേക്കായിരിക്കും ഇവിടെ കയറ്റി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പരിപാടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രോസ് ബോർഡ് സ്റ്റോക്കിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ്ടേ ഈ ഒരു പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ സ്ക്വയർ ട്യൂബിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇത് ഇറങ്ങാൻ ഭാഗത്തിന് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെയും കട്ട് ചെയ്യണം. അടിഭാഗത്ത് ട്രിഗർ ഈ കാഞ്ചി വന്നതിൻ്റെ ഭാഗവും അതേപോലെ തന്നെ ഈ മേളിലേക്ക് ഇത് ഇറങ്ങി നിൽക്കാനുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ റെഡി, ഹോളൊക്കെ റെഡിച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഇതിൻ്റെ അകത്തേക്ക് കയറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൂസൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം കയറി സിമ്പിളായിട്ട് കയറാൻ പറ്റും എന്ന് ഓക്കെ. അപ്പോൾ ഈ സാധനം സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അത് ചങ്ങായിമാരെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ട്രിഗറും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിൻ്റെ ബോഡിയിലേക്ക് സെറ്റ് ചെയ്തിട്ട്, അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ആരോ ഗൈഡ് സെറ്റ് ചെയ്യണം. ആരോ ഗൈഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പട്ട ലെൻസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് ഇതിനകത്ത് ഇല്ലാണ്ട് ഈ ഒരു പൊസിഷനിൽ നമുക്ക് ടാക്കടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പൊസിഷനിൽ ഏകദേശം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു 5 mm അല്ലെങ്കിൽ ഒരു 4 mm ഗ്യാപ്പ് ഇട്ടേക്കാൻ മതി. അത് നമുക്ക് ആ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് നല്ല സ്ട്രൈറ്റായിട്ട് ഒന്ന് ടാക്കടിച്ചെടുക്കാൻ പോവാണ്, വെൽഡ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് മാക്സിമം സ്ട്രൈറ്റ് ആക്കിയിട്ട് വെക്കാനായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്കൊരു 5 അല്ലെങ്കിൽ 4 ആ ഒരു ഗ്യാപ്പ് കേട്ടോ.